വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. ഇപ്പം രാവിലെ തന്നെ പതുപോലെ ഞാനും ദാസപ്പനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ വാളാടി ഡി ഡിവിഷനിലാണ് ഇന്ന് ഞാനും ദാസപ്പനും ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ അവിടുത്തെ ക്ഷേത്രത്തിലെ കുറേ കാഴ്ചകളും ഉത്സവത്തിൻ്റെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. എന്നാലും ആ ക്ഷേത്രത്തിൻ്റെ ആചാരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇന്നലെ നടന്നത്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ഭാഗം സെക്കൻഡ് ഭാഗമായിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ പന്നീനെയും ആടിനെയും കോഴിനെയും കുരുതി കഴിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അന്നദാനമായിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് നമ്മൾ. അപ്പം അതുകൊണ്ട് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാരങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. വേറൊന്നും നിങ്ങൾ വിചാരിക്കില്ല. അത് തമിഴ് വംശത്തിൽപ്പെട്ട ആൾക്കാരുടെ വിശ്വാസമാണ്, ക്ഷേത്രത്തിലെ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസപ്രകാരമാണ് അവിടെ ഇപ്പോഴും പൂജകളും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട്. അടിപൊളി ഗ്രാമീണ ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ആ എസ്റ്റേറ്റിനകത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഉടനെ ആരംഭിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഷൂട്ടിയൊക്കെ നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ ഇതിലെ അങ്ങോട്ട് മുന്നോട്ട് ഇച്ചിരി പോകണം കേട്ടോ. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നില്ലേ, ഇന്ന് തിരക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ വിശ്വാസത്തിലാണ് ഈ നടന്നു വരുന്നതല്ല. കഴിഞ്ഞോ? അപ്പം കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്കൊരു ഭാഗ്യമുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ഇതിലെങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ വേണം ഇറങ്ങാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഇതിലെ വന്നതും പോയതും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഏകദേശം നമ്മൾ വാളാടി ഡി ഡിവിഷനിൽ ഏകദേശം 1 കിലോമീറ്റർ നടന്നു വന്നാൽ മാത്രമേ നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. ഇതൊരു കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം കേട്ടോ. തന്നെയാണ് ഭയങ്കര പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഇന്നേ ദിവസം തിരക്കുകൾ വളരെ കുറവാണ്. എന്നാൽ പോലും തിരക്കുകൾ അത്യാവശ്യമുണ്ട്. പൂജകളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്കങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പം ഈ ക്ഷേത്രത്തിൻ്റെ സംഘാടക കമ്മിറ്റി, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ആൾ അറിയാം. ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ ആ പ്രതിഷ്ഠകളുടെ പേര് നമുക്കത്തില്ല. ഒരു പ്രതിഷ്ഠയുടെ പേര് മാത്രമേ എടുത്തുള്ളൂ, കറുപ്പസ്വാമി. നമ്മുടെ ഇന്നത്തെ ഈ ഇവിടുത്തെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാരനായ, അതായത് മെയിൻ ആളാണ്. അപ്പം കുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠകൾ എന്താണ്? ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മുനിയപ്പൻ എന്നാണ്. മുനിയപ്പനാണ് മെയിൻ പ്രതിഷ്ഠ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കുടുംബക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പേര് അതിൽ മാടൻ, ഒറ്റമാടൻ എന്നാണ് പറയുന്നത്. ഒറ്റമാടൻ. അതിന് ഒറ്റമാടൻ്റെ കൂടെ ഉള്ളത് ഒറ്റമാടത്തിയാണ്. അതിൻ്റെ കൂടെ പേച്ചിയമ്മനുണ്ട്. പേച്ചിയമ്മൻ്റെ രാജാറാണി അവരുടെ അച്ഛനമ്മയുണ്ട്. പിന്നെ അത് സ്ഥിതി ചെയ്യുന്നത് കറുപ്പൻ്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ഷേത്രം എന്താ? അവിടെ ഇരിക്കുന്ന ക്ഷേത്രം മുനിയപ്പൻ. അപ്പോൾ അവിടെ ഒരു പട്ടിയുടെ ശില്പം ഇതാണ്, ഒരു പ്രതിഷ്ഠയുണ്ട്. അതെന്താണ്? വീരഭൈരവൻ. അപ്പം പിന്നെ ദിവസമാണ് ഈ പന്നീനെയും ആടിനെയും കോഴിനെയും ബലിയർപ്പിക്കുന്നത്. അപ്പം ഭയങ്കര ഉത്സവമാണ് കൊണ്ടാടുന്നത്. അപ്പം എല്ലാ വർഷവും ഇവിടെ തന്നെ ഉണ്ട് ഈ ഉത്സവം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന പ്രതിഷ്ഠകളല്ല. അപ്പോൾ നമുക്കിവിടെ ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ അതാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഒന്നും മനസ്സിലാക്കുക. കാരണം ഇത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്പണാണ്. ഈ ക്ഷേത്രവും പരിസരവും എല്ലാം ഓപ്പണാണ്. അപ്പം ഇതാണ് നമ്മുടെ ആട്, നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള
മുനിയപ്പൻ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ക്ഷേത്രം മുനിയപ്പനാണ്. ആ അപ്പോൾ അങ്ങനെ നമ്മളീ കണ്ട ആടും പന്നിയും കോഴിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്ഷേത്രത്തിൽ ബലി കഴിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ബലി കഴിപ്പിച്ചിട്ട് അതിൻ്റെ മാംസങ്ങൾ നമുക്ക് പാകം ചെയ്ത് അന്നദാനമായിട്ട് നമുക്ക് തരും കേട്ടോ. കാരണമുണ്ടല്ല ചിലർക്കൊക്കെ അറിയാം ഈ തമിഴ് വംശക്കാരുടെ ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളൊക്കെ ഭയങ്കര ആചാരം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും ഈ വീഡിയോ എടുക്കുന്നതിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതന്നെ. അപ്പം നമുക്കും ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇന്നലെ ഇവിടുത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുക്കാൻ വന്നപ്പം ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി അവർ ക്ഷണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ബലി അർപ്പിക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ ആ ആടിനെയും ആ പന്നീനെയും കോഴീനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഴ്ചകളുണ്ട്, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കുറച്ച് പൂജകളും കാര്യങ്ങളും. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ശരി ശരി ഞാൻ വിളിക്കാം.
ശരിയാവും சொல்லுங்க
எல்லாரும் விட்டுருங்க. അത് ചോദിക്കാവൻ ദൈവം പ്രശ്നം വരുത്തേ சரியா தப்பு தப்பு அது ஒதுக்கு ஒதுக்கிக்காத ஒதுக்கிக்க அதை நீ ஒதுக்கிக்கப்பா நீ அதை ஒதுக்கிக்க அவ்வளவுதானே சொல்லுவேன் நீ அதை ஒதுக்கு தப்புப்பா அதை நீ ஒதுக்கு நீ அதை അപ്പം നമ്മളങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ആ ആഹാരങ്ങളെല്ലാം പാകം ചെയ്ത് അന്നദാനമായിട്ട് എല്ലാവരും കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉത്സവമൊക്കെ കഴിഞ്ഞത് കേട്ടോ. അപ്പം തീപ്പാഞ്ചി എന്നാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അപ്പം അങ്ങോട്ട് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ അപ്പം ആടിനെയും പന്നീനെയും കോഴീനെയൊക്കെയാണ് കേട്ടോ അവിടെ ഇന്ന് ബലിയർപ്പിച്ചത്. അപ്പം നമ്മളങ്ങനെ വലിയ ഷൂട്ടോ കാര്യങ്ങളായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു അതിശയമല്ല, എന്തോ ഒരു പേടി പോലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തീപ്പാഞ്ചി ക്ഷേത്രത്തിലോട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ അന്നദാനം കഴിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കണം കേട്ടോ. ഇതുപോലത്തെ വഴിയിലൂടെയാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് കേട്ടോ. എന്നാലും ചെറിയൊരു കോൺക്രീറ്റ് ആണ്, സ്റ്റേറ്റിനകത്തൂടെയുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ലൈൻസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തീപ്പാഞ്ചി അമ്പലം കേട്ടോ. ഉത്സവമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ കിടാവൾക്കുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയാണ് പൂജ കേട്ടോ. അപ്പോൾ ഇത് തീപ്പാഞ്ചി ആണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എന്നാലും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് പറയാൻ അതിഗംഭീര കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നവർ നമ്മുടെ എന്താ പറയുക, വാളാടി ഡി ഡിവിഷനിൽ വന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് നേരെ 500 മീറ്ററാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത്. അവിടുന്ന് നേരെ ഈ ലേൺസിനകത്ത് വഴി ഏകദേശം 300 മീറ്റർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വരാൻ കേട്ടോ. എന്നാലും നല്ലൊരു പശ്ചാത്തലമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം കാണാനായിട്ട് തന്നെ. നല്ല തേരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദാസപ്പൻ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകാം. അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഈ തേയിലത്തോട്ടത്തിനകത്ത് ഈ റോഡ് കേട്ടോ. അപ്പോൾ എന്നാണല്ലോ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു കാഴ്ച. മൊത്തം തേയിലത്തോട്ടമാണ് കേട്ടോ. അങ്ങുണ്ടോ അങ്ങ് ദൂരെ ഏകദേശം ഇവിടെ നമുക്കൊരു 2-3 കിലോമീറ്ററെങ്കിലും നമുക്ക് തേയിലത്തോട്ടത്തിനകത്ത് വഴിയുള്ള ഒരു റൈഡ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല നല്ല സൂപ്പർ കാഴ്ചയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഈ വീഡിയോ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ കാണാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം തമിഴ് ആചാരപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ ഇന്നവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പന്നീനെയും ആടിനെയൊക്കെ അവർ ബലിയർപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഭക്ഷണം കഴിക്കാനും നമുക്ക് സമയം കിട്ടിയില്ല. ഇതിനാണ്ട് ഏകദേശം 3 മണി 4 മണിയോളം ആകും.
ഭക്ഷണമൊക്കെ ആയി വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് തന്നെയല്ല, നല്ലൊരു മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ശതമാനം കിലോമീറ്റർ ഓടേണ്ടതായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പോകുന്നു. പിന്നെ അവിടെ വേറെ 2 അമ്പലത്തിലും കൂടെ ഉത്സവമുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ അവരൊന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.